ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു സിമ്പിൾ ബട്ട് പവർഫുൾ ട്രിപ്പ്, ബട്ട് കോസ്റ്റ്ലി അല്ലാത്തൊരു ട്രിപ്പ്, ബഡ്ജറ്റ് ഒന്നുമില്ല, ചെറിയ ബഡ്ജറ്റിൽ പോയി വരുന്ന ഒരു ട്രിപ്പ് ഇവിടുന്ന് നയഗ്ര വരെ. ഓക്കെ, എടുക്കട്ടെ. ഗോ ബസ്സിലാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പറയുന്ന ചലക്കല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ മലയാളം മറന്നുപോയി. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. പീറ്റർബ്രോ ട്രാൻസിറ്റിൽ നിന്നും ഓഷാവയിലോട്ട് ഇത് എന്തിന്റെ പേര് ഗോ ബസ്സിൽ പോകുന്നു. Hello, we need make up and stay off bus driveways. Thanks for choosing Go. മഴയാണ്. എന്തൊരു പറഞ്ഞേ? നമ്മൾ നയഗ്രിലോട്ടല്ലേ പോന്നെ? ഈ മാത്തപ്പൻ്റെ ഒറ്റയ്ക്ക് ഞാനും കൂടെ ഞാൻ ഇവന് മുള്ളാമുട്ടി നിൽക്കുമ്പോൾ അടിച്ച് പൊട്ടിച്ചു. ഇനിയിപ്പോ എന്ത് ചെയ്യുന്നു? ഞാൻ ഓടിക്കുന്നത് കോമഡി മുമ്പിൽ പോയി ഗൈസ്. ഗൈസ്, നമ്മളിപ്പം യൂണിയൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അടുത്തായിട്ട് കയറി പോണോ വേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം ഇവിടെ ഇപ്പം മഴ പെയ്ത് തണുത്തൊക്കെയാണ്. സോ അവിടെ എത്തിയാലും മഴ തന്നെയാണ്. അപ്പം അവിടെ പോകണോ ഇവിടെ പോകണോ, ടൊറൻറ്റോ കാണണം, നയഗ്ര പോകണോ എന്നുള്ളൊരു ഇത്. സോ നോക്കട്ടെ, പ്ലാൻ ചെയ്യട്ടെ നീ എന്തെങ്കിലും. പക്ഷെ 10 മിനിറ്റേ ഉള്ളൂ അടുത്ത വണ്ടിയുടെ നയഗ്രയ്ക്ക്. ഗൈസ്, ഞങ്ങളിപ്പോൾ ബർലിംഗ്ടണിലോട്ട് പോകാനുള്ള ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. CN ടവർ വണ്ടി അതിന്റെ എവിടെ അതിന്റെ അവനാണ് CN ടവർ കാണാൻ പോയപ്പം അതിന്റെ ഇത് തൂണിന്ന് ചിരണ്ട എടുത്തോണ്ടൊരു കുറ്റി കൊണ്ടുവന്നായിരുന്നു. എന്താടാ വണ്ടിക്ക് സ്പീഡുണ്ട്? വണ്ടിക്ക് സ്പീഡില്ലേ? എന്താ മെമ്മു ഒക്കെ പോണ്? കൊച്ചു കളിയാ. ഗൈസ്, അങ്ങനെ നമ്മൾ നയഗ്രയിൽ എത്തിയിരിക്കുന്നു. നയഗ്രയിലെ ടിം ഹോർട്ടൻസിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. കുറച്ച് ചായയും കൂടി ഉണ്ട്, അതോടെ കുടിക്കുക, എന്നിട്ട് നയഗ്ര കാണാൻ പോവാ. അയ്യോ, നല്ലാത്തൊരു യാത്രയായിരുന്നു. മഴയൊക്കെ ഉണ്ട്. അതെ, നല്ല ക്ലൈമറ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മഴയൊക്കെ ഉണ്ട്. പിന്നെ നയഗ്ര സ്കൈവിലൊക്കെ ഉണ്ട്. അപ്പം ചായ കുടിക്കട്ടെ. ജേർണി വാസ് ഫുള്ളിലായിരുന്നു. എന്തൊക്കെയൊക്കെയോ മിസ്സിങ് ആയിരുന്നു. കുഴപ്പമില്ല, അന്ന് വന്ന അത്ര വൈബ് ഉണ്ടായിരുന്നു. അന്ന് വന്ന അത്ര വൈബില്ലായിരുന്നു. പിന്നെ ബസ്സൊക്കെ അടിപൊളിയായിരുന്നു. മാക്സിമം അലമ്പി ഫുഡ് അടിച്ച്
ഫുഡ് ഞങ്ങൾ പ്രതീക്ഷിച്ച ഫുഡില്ലേ, അവിടെയും പോയി. ഇനിയിപ്പോൾ നേകര കാണാൻ പോകും. സോ സ്കൈ വീലിൻ്റെ അടിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ കയറാൻ പ്ലാൻ ഉണ്ട്. ഫോട്ടോഗ്രാഫി ചെയ്യുന്ന മെനു വൈന് ഇതാണ് കഴിച്ച ടിമ്മ്. സോ ഇതൊക്കെയാണ്. ഞങ്ങള് ഇവർക്ക് സ്കൈ വീലിന്റെ ടിക്കറ്റ് എടുത്ത് കൊടുത്തു. എന്നാ ലോക്ക് അയച്ചിട്ട് പോ. എവിടെ ലോക്ക് അയച്ചിട്ട് പോ. എന്ത് കഷ്ടമുണ്ട് കേട്ടോ. എന്താ അഭിരാമി? ചേട്ടൻ മൊബൈല പാസ്സൊക്കെ എടുത്തു. അവർ സ്കൈ വീലിൽ കയറാൻ പോവുകയാണ് കേസ്. ഞങ്ങൾ ഒരു പ്രാവശ്യം കയറിയതുകൊണ്ട് പൈസ കളയാൻ വയ്യാത്തോണ്ട് എടുത്തില്ല ഞങ്ങൾ. സോ ദിസ് ഇസ് ഇറ്റ്. അടിയാണ് ഇന്നും. അതുകൊണ്ടല്ലേ എനിക്ക് പേടി. നായകര കാണാനാ പറഞ്ഞു. വെള്ളച്ചാട്ടം കാണാൻ ഇത് കണ്ടോ? ഫാൾസിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. ലിപ്സ്റ്റിക് ഉണ്ടോ? ലിപ്സ്റ്റിക് ഉണ്ട്. ഇനി ഇടണോ? ഇനി ഇടണ്ട. 2 വേണ്ട. എങ്ങനെയുണ്ടാവും നമ്മുടെ ഫുഡ് വിഷയം. മേഖലയിൽ ഞങ്ങൾ ഇന്നലെ തപ്പിപ്പിടിച്ച് ഒരു കേരള കുസിൻ കണ്ടുപിടിച്ചു. പേര് വന്ന റഫ കേരള റെസ്റ്റോറന്റ്. ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് നമ്മളെന്താ കഴിച്ചേ? നമ്മള് നോൺ വെജ്. കുഴപ്പമില്ല. ഞാൻ ആ പൈസ ഇട്ട് ഞാൻ തന്നെ കഴിച്ചു. കുഴപ്പമില്ല. നല്ല ഫുഡായിരുന്നു. നമ്മൾ കഴിച്ചത് നോൺ വെജ് മീൽസ് ആയിരുന്നു. ചോറുണ്ടായിരുന്നു, പിന്നെ 3 കൂട്ടം കറി ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, തോരൻ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഹോംലി ഫുഡ്, ഡിഷ്യം ഫുഡ്. മാത്യു ചിക്കൻ ബിരിയാണി കഴിച്ചു. ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നോടാ? ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു? ബിരിയാണി മീൽസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് റീസണബിൾ പ്രൈസിന് ഗുഡ് ഫുഡ്, നല്ല ഫുഡ്. ഇവിടെ വന്നിട്ട് കഴിച്ചൊരു ബെസ്റ്റ് ഫുഡ് ആയിരുന്നു. അതെ, അതൊക്കെയാണ്. ഇനിയിപ്പം അടുത്ത് നയഗ്രയിലോട്ട് പോയി. ഇതുവരെ നയഗ്ര കണ്ടില്ല, മീൻസ് നയഗ്ര ഫോൾസ് കണ്ടില്ല. ഈ നയഗ്ര ഫോൾസിലോട്ട് ഓക്കെ ബൈ. അങ്ങനെ നടന്ന് നയഗ്ര ഫോൾസ് എത്തി. നല്ല പൊക്കം മാത്രമായിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഞങ്ങളിതാ പയ്യെ നയഗ്ര കണ്ടു. കണ്ടു വേണ്ട. This is Niagara. അടുത്തിട്ടുണ്ട്. And this is US Falls, something like that. ഞങ്ങളുടെ പേരാ, പക്ഷെ അത് US ആണ്. ഇത് Niagara കേട്ടാ. ഇത് കാനഡയിലെ എത്താം. നമുക്ക് അങ്ങറ്റം പോവാം. പണ്ടൊന്നപ്പോ ഒരു മൂല ഉണ്ടല്ലേ, അവിടെയാണ് അവിടെ കണ്ടില്ല കുറച്ച് ആൾക്കാരൊക്കെ ഉള്ള. ഞാൻ പണ്ടത്തെ വന്നപ്പോ ഇവിടെയാണ് കണ്ടില്ല. എക്സ്പീരിയൻസ് ചെയ്തത് എത്ര ഉള്ളു. ഇനി നമുക്ക് വിഷയം ഇത് നമുക്കൊന്ന് ചെയ്യണം. കൊറേ കിളികൾ വന്നിരിക്കണോ പുല്ലുമ്മേ? അങ്ങനെ ഞങ്ങൾ നയഗ്രയുടെ സ്വീറ്റിലോട്ട് എത്തിയിരിക്കുന്നു.
അവിടെ തിരിക്കും. തിരിച്ചില്ലെങ്കിൽ എല്ലാം ചത്തു. ആ അതെ, അതിന്റെ അടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗൈസ് അങ്ങനെ നേഗ്ര കണ്ടു, നേഗ്ര വിഷയം. സോ ഈ ട്രിപ്പ് ഇവിടെ അവസാനിക്കുന്നു. ഇനി വീട്ടിൽ പോകണം. വീട്ടിൽ പോകാൻ ഇനിയിപ്പോ എടുക്കണ്ടല്ലോ, ഇതൊക്കെ തന്നെ. അപ്പൊ മൊത്തം ഞങ്ങൾക്ക് ചെലവായത് ഇന്ന് വന്നിട്ട് $41. അപ്പൊ ട്രാവലിന് $10, ഫുഡിന് 15-16 റേഞ്ചും, പിന്നെയുള്ള എന്റർടൈൻമെന്റ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ സ്കൈ വീലിൽ കയറിയതൊക്കെ അത് മാത്രം എക്സ്ട്രാ ഇതായിട്ട് വന്നോളൂ. ഫുഡും ഇതും മാത്രം, അതായത് നൈഗ്ര കാണാൻ വരികയാണെങ്കിൽ $10-15. സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കുകയാണെങ്കിൽ $15 അത്രേ ആവുള്ളൂ. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ബൈ ഫ്രം നൈഗ്ര ബാക്ക്.